നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. അനാഥനായ 72 വയസ്സുള്ള വയോധികന് നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം അഭയമൊരുക്കി. മയ്യനാട് ഗ്രാമപഞ്ചായത്ത് കൂട്ടിക്കട 20-ാം വാർഡിൽ ഭാര്യയും മക്കളും ഉപേക്ഷിച്ച നിലയിൽ സഹോദരിയോടൊപ്പം താമസിച്ചു വന്ന 72 വയസ്സുള്ള നൂറുദ്ദീനെ ഗാന്ധിഭവൻ സ്നേഹാലയം ഏറ്റെടുത്തു. ഗാന്ധിഭവനിലോട്ട് അയച്ചത്. അപ്പോൾ അവിടെ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. യൂസഫലി സാറ് കൊടുത്ത ആ കെട്ടിട ഉദ്ഘാടനമായെങ്കിൽ പുതിയ ആൾക്കാരെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എൻ്റെ സ്ഥാപനത്തിൽ വന്ന ഒരാൾ ഞാൻ എത്തിയിട്ടിരിക്കും. അപ്പം ആ ഒരു ഒഴിവിലേക്കാണ് അദ്ദേഹത്തെ നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗാന്ധി ഭവൻ ചെയ്തത്. കാരണം പ്രസന്ന രാമേന്ദ്രൻ മാഡം മുൻ നെടുമ്പന പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, ഇപ്പം ഗാന്ധി ഭവൻ്റെ ഡയറക്ടർ ഷിബു റാവുത്തർ, എൻ്റെ പഞ്ചായത്തിൽപ്പെട്ട 21-ാം വാർഡിൽ താമസിക്കുന്ന നൂറുദ്ദീൻ എന്ന് പറയുന്ന ഈ പുള്ളിക്ക് ആരോരുമില്ല. അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വളരെ ബുദ്ധിമുട്ടുമാണ്, ജീവിതം വളരെ കഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ച് മാറ്റപ്പെട്ടുണ്ടായി. കാല് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗാന്ധി ഭവൻ ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾ മയ്യനാട് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിപ്പിക്കുകയാണ്. കാരണം നെടുമ്പന കേന്ദ്രീകരിച്ചിട്ടുള്ള ഗാന്ധി ഭവൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി പുരോഗമിക്കുന്നേ ഉള്ളൂ. പ്രിയങ്കനായ യൂസഫലി സാറാണ് അതിന് ഫണ്ടും കാര്യങ്ങളെല്ലാം ചെയ്ത്. തീർച്ചയായിട്ടും അതേപോലെ തന്നെ ടീം ഭയങ്കരമായിട്ട് നല്ല ടീമാണ്. മുൻ പഞ്ചായത്ത് പ്രസന്ന മാഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം നല്ലൊരു ടീമാണ്. ഷിബു റാവുത്തർ ഉൾപ്പെടെയുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ആളുകളാണ് അതിൻ്റെ മേൽനോട്ടവും കാര്യങ്ങളും വഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല കാര്യം എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മയ്യനാട് പഞ്ചായത്തിന് ഗാന്ധി ഭവന് എന്ത് സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പം മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ഷമീറാണ്. ഷമീർ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് വരെ പോയി. നമ്മളെ വാർഡിൽ താമസക്കാരനായ ഈ നൂറുദ്ദീനക്ക വർഷങ്ങളാൽ സുഖമില്ലാതെ നടക്കുന്ന ഒരാളാണ്. ഇപ്പം കാല് വരെ മുറിച്ച് മാറ്റി ആരോരുമില്ലാത്ത വ്യക്തിയാണ്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന നൂറുദ്ദീൻ അസുഖബാധിതനായി ഒരു കാൽ മുറിച്ച് മാറ്റപ്പെട്ട അവസ്ഥയിൽ പോലും തൻ്റെ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കിയതിനു ശേഷം ഭാര്യയും മക്കളും ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്നുള്ള കാലം സഹോദരിയോടൊപ്പം കൂട്ടിക്കട 20-ാം വാർഡിൽ അമ്മാച്ചൻ മുക്ക് റോഡിൽ പുളിയത്തുമുക്കിൽ താമസിച്ചു വരികയായിരുന്നു. നൂറുദ്ദീൻ്റെ നിലവിലെ അവസ്ഥ 20-ാം വാർഡ് മെമ്പർ ഷമീർ കൂട്ടിക്കട ഗാന്ധിഭവൻ അധികാരികളെ അറിയിച്ചതനുസരിച്ച് പത്തനാപുരം ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ്റെ നിർദ്ദേശപ്രകാരം നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ, PRO ഷിബു റാവുത്തർ എന്നിവർ ചേർന്ന് മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് റാബിയിൽ നിന്നും ഭവനത്തിലെത്തി ഏറ്റുവാങ്ങുകയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകൻ ജോസ് ബാബു പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം.